ഓയ് ഗെയ്സ്, അപ്പം ഇന്നൊരു സൺഡേ മിനി വ്ളോഗാണ് കേട്ടോ. സൺഡേ ആയതുകൊണ്ട് തന്നെ ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ സ്പെഷ്യലാണ് കേട്ടോ, ചിക്കനാണ്. അപ്പം ഞാൻ ചിക്കനൊക്കെ കഴുകി വൃത്തിയാക്കിയിട്ട് കറി വെക്കാനുള്ള തിരക്കിലാണ്. ഇപ്പം ഏകദേശം ഒരു 12:30 ആയിട്ടുണ്ടാവും കേട്ടോ. രാവിലെ എഴുന്നേക്കാൻ തന്നെ നല്ല വൈകിയായിരുന്നു. സൺഡേ ആണെങ്കിൽ പിന്നെ ഞങ്ങൾ രണ്ടുപേരും കിടപ്പായിരിക്കും. രാവിലെ എഴുന്നേക്കാൻ നല്ല വൈകാറുണ്ട്. ഇന്നും അതുപോലെ തന്നെ ആയിരുന്നു. നല്ല വൈകിട്ടാണ് എണീറ്റത്. ഏകദേശം ഒരു 10:30 ആയി കാണും. എന്നിട്ട് രാവിലെ തന്നെ വീടൊക്കെ ഒന്ന് അടിച്ച് തുടയൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഫുഡൊക്കെ കഴിച്ച് കുറേ നേരമൊക്കെ ഇരുന്ന് എന്നിട്ടൊക്കെയാണ് ചിക്കൻ മേടിക്കാൻ പോയി ഇപ്പോൾ കറിയൊക്കെ വെക്കാൻ പോണത് കേട്ടോ. മിക്കവാറും ഞങ്ങളുടെ സൺഡേസ് ഇങ്ങനെ തന്നെ ആയിരിക്കും. ഞങ്ങൾ രണ്ടുപേരും മാത്രമല്ലേ ഉള്ളൂ. അപ്പോൾ പിന്നെ ഇങ്ങനെ തന്നെ ആയിരിക്കും. എവിടെയെങ്കിലും പോവാനോ മറ്റോ ഉണ്ടെന്ന് വെച്ചാൽ മാത്രം ഞങ്ങൾ നേരത്തെ നീക്കുള്ളൂ കേട്ടോ. അപ്പം നമുക്ക് വിഷയത്തിലോട്ട് വരാം. ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ ചിക്കനിലോട്ട് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, നമ്മുടെ സാധാ മസാലപ്പൊടികളും ഉപ്പൊക്കെ ചേർത്തിട്ട് നല്ല മിക്സ് ചെയ്ത് തൈര് കൂടി ചേർത്തിട്ടുണ്ടായിരുന്നേ. എന്നിട്ട് ഫ്രിഡ്ജിൽ കുറച്ച് നേരം വെച്ചിട്ടുണ്ട് കേട്ടോ, കറി വെക്കാനാവുമ്പോൾ എടുക്കാമെന്ന് കരുതിയിട്ട്. ഇന്ന് നല്ല സമയം വൈകിയത് കൊണ്ട് തന്നെ ഇന്ന് സ്പെഷ്യലൊന്നും പരീക്ഷിക്കാൻ പോകുന്നില്ല. സാധാ ചിക്കൻ കറി നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാക്കാറുള്ള, എൻ്റെ അമ്മയൊക്കെ ഉണ്ടാക്കാറുള്ള നാടൻ ചിക്കൻ കറി പോലത്തെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. കൂടെ ചോറും ഉണ്ട് കേട്ടോ. ചോറ് വെക്കാനായിട്ട് ഞാനിപ്പോൾ അരി കഴുകിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിവിടെ കുക്കറിൽ തന്നെയാണ് കേട്ടോ ചോറ് വെക്കാറ്. അതും മട്ടരി തന്നെയാണ് യൂസ് ചെയ്യാറ്. അപ്പോൾ മട്ടരിയാണ് കുറച്ച് നേരം ഞാൻ വെള്ളത്തിൽ കുതിർത്ത് വെക്കാറുണ്ട് കേട്ടോ. അപ്പോൾ പെട്ടെന്നായി കിട്ടും. അപ്പോൾ ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ച ശേഷം പിന്നെ കഴുകി കുക്കറിലാക്കി അടുപ്പത്തോട്ട് കയറ്റി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ചിക്കൻ കറിക്ക് വേണ്ട സവാളയും ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ വൃത്തിയാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. സാധാരണ ഞാൻ എപ്പോഴും ചിക്കനും ബീഫൊക്കെ കിട്ടിയെന്ന് വെച്ചാൽ എന്തെങ്കിലുമൊക്കെ പരീക്ഷിക്കാറുണ്ട് കേട്ടോ. ഒന്നുമില്ലെങ്കിൽ യൂട്യൂബ് നോക്കിയിട്ടെങ്കിലും എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ ശ്രമിക്കാറുണ്ട്. ഇന്ന് അതൊന്നും വേണ്ടാന്ന് വെച്ചു. അമ്മ ഉണ്ടാക്കുന്ന പോലത്തെ നാടൻ ചിക്കൻ കറി കഴിക്കാനായിട്ട് ആഗ്രഹം. ഈ തേങ്ങ കൊത്തൊക്കെ ഇട്ടിട്ടുള്ള അങ്ങനെ കഴിക്കാനായിട്ട്. അപ്പോൾ അത് ഉണ്ടാക്കാനുള്ള പരിശ്രമമാണ് കേട്ടോ. ഞാൻ ഈ ഗ്യാസ് അടുപ്പിൽ എന്തൊക്കെ കാട്ടിയാലും ആ ഒരു ടേസ്റ്റ് കിട്ടില്ല. കാരണം എൻ്റെ വീട്ടിലൊക്കെ വിറകടുപ്പിലാണ് കേട്ടോ ചിക്കൻ കറിയൊക്കെ വെക്കാറ്. അതും മൺചട്ടിയിലൊക്കെ വെക്കാറ്. അപ്പോൾ അതിൻ്റെ ഒരു ടേസ്റ്റ് വേറെ തന്നെയാണല്ലോ. പക്ഷെ ആ ടേസ്റ്റ് ഒന്നും ഇപ്പോൾ വെക്കുമ്പോൾ കിട്ടത്തില്ല. എന്നാലും ഒരു സംതൃപ്തി, അങ്ങനെ ഒരു രീതിയിൽ വെച്ചല്ലോ, അങ്ങനെ കഴിക്കാൻ പറ്റും, അങ്ങനെ ഒരു സംതൃപ്തി കേട്ടോ. ഇപ്പോൾ പിന്നെ കുറച്ച് സലാഡ് ഞാൻ ഉണ്ടാക്കി വെച്ചു. എനിക്ക് എപ്പോഴും ചിക്കനും ബീഫോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെന്ന് വെച്ചാൽ തൈര് കൂട്ടിയിട്ടുള്ള ഉള്ളി സലാഡ് നിർബന്ധം കേട്ടോ. അതുണ്ടെന്ന് വെച്ചാൽ കുറച്ച് ഈ ചിക്കനൊക്കെ ഒന്നാമത് ഇപ്പോൾ നമുക്ക് ചൂടുകാലമാണ്. അപ്പോൾ ചിക്കനൊക്കെ കഴിക്കുമ്പോൾ ശരീരത്തിൽ നല്ല ചൂടാവും. അപ്പോൾ ഇങ്ങനെ തണുപ്പുള്ളത് കൂടി കഴിക്കാൻ പറ്റുകയാണെന്ന് വെച്ചാൽ അത് നല്ലതാണെന്ന് പണ്ടത്തെ ആൾക്കാരൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് കേട്ടോ. അത് മാത്രമല്ല ഞങ്ങളുടെ ഭാഗത്തൊക്കെ കുമ്പളങ്ങിയും ചിക്കനും ആണല്ലോ പ്രധാനം. അപ്പോൾ നമ്മൾ എപ്പോൾ ചിക്കൻ മേടിച്ചാലും കുമ്പളങ്ങി ഇട്ട് വെക്കും. ആ കുമ്പളങ്ങ തണുപ്പായതുകൊണ്ടാണ് അങ്ങനെ ഇട്ട് വെക്കുന്നത് എന്നാണ് പണ്ടത്തെ കാരണവന്മാർ പറയുക കേട്ടോ. ബൈ നമ്മൾ വിഷയത്തിൽ നിന്ന് കുറച്ച് തെന്നി മാറിയിട്ടുണ്ട്. നമുക്ക് ഇനിയിപ്പോൾ ചിക്കൻ കറിയിലോട്ട് വരാം. അപ്പം ഞാൻ ചിക്കൻ കറി വെക്കാനായിട്ട് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആദ്യം വെളിച്ചെണ്ണയാണ് ഒഴിച്ചത്. അതിലോട്ട് പെരിഞ്ചീരകം ഇട്ട് പൊട്ടിച്ച ശേഷം പിന്നെ നമ്മൾ അരിഞ്ഞു വെച്ച സവാളയും പച്ചമുളകൊക്കെ ചേർത്തിട്ട് ഉപ്പ് ചേർക്കും. എന്നിട്ട് നല്ല വഴറ്റിയെടുക്കുക. അടച്ച് വെച്ചിട്ടൊക്കെ വഴറ്റിയെടുത്തു എന്ന് വെച്ചാൽ പെട്ടെന്ന് വഴണ്ട് കിട്ടുമേ. അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ എന്തൊക്കെയോ കോപ്രായങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്, അതൊന്നും നിങ്ങൾ കാര്യമാക്കണ്ട. ഇനി നമുക്ക് ഇതിലോട്ട് തക്കാളി അരിഞ്ഞെടുക്കാം കേട്ടോ. തക്കാളി അരിയുമ്പോൾ ഞാൻ എപ്പോഴും ഇതിൻ്റെ ഈ മൂക്ക് ഭാഗം കളയാറുണ്ട് കേട്ടോ. അതെടുക്കാൻ പാടില്ല. പിന്നെ ഇതിൻ്റെ അരിയില്ലേ, ഈ കുരു, അതൊന്നും എടുക്കാൻ പാടില്ല എന്ന് പറയും. പക്ഷെ കുരുവൊക്കെ എടുക്കാറുണ്ട് കേട്ടോ. അങ്ങനെ കളയുന്ന ആരെയിലൊക്കെ ഉണ്ടോ? ഞാൻ ഈ അടുക്കളയിൽ കിടന്ന് പണിയെടുക്കുമ്പോൾ വേറൊരാൾ ഇവിടെ എന്തൊക്കെയോ പണിയെടുക്കുക കേട്ടോ. എന്താണെന്ന് നോക്കാൻ പോയതാണ്. നേരത്തെ കുറച്ച് ചൂടുവെള്ളമൊക്കെ തിളപ്പിച്ച് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഈ പഴയ പാൻറ് ഉണ്ടോ, ജീൻസ് പാൻറ്, അതിൽ ഡൈ മുക്കുകയാണ് കേട്ടോ. ആദ്യം കുറച്ച് ചൂടുവെള്ളം തിളപ്പിച്ച് കൊടുന്ന്, എന്നിട്ട് അത് പോരാന്ന് പറഞ്ഞ് രണ്ടാം വട്ടവും കുറച്ച് തിളപ്പിച്ച് കൊടുന്ന്. ഇതിപ്പോൾ ഞാൻ നോക്കുമ്പോഴത്തെ 1/2 ബക്കറ്റോളം ചൂടുവെള്ളം ഉണ്ട്. അതിൻ്റെ മേലെ ഒക്കത്തെ 2, 3, 4 ജീൻസോളം ഇട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് പിന്നെ ഒരു അരമണിക്കൂറൊക്കെ കഴിയണം. 20 മിനിറ്റ് വെക്കണം എന്നാണ് പറഞ്ഞത്. 20 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നല്ല സാധാ വെള്ളത്തിൽ പിന്നെ ഒരു സൊല്യൂഷൻ ഉണ്ട്, ഡൈ ഫിക്സ് ചെയ്യുന്നൊരു സൊല്യൂഷൻ, അതുകൂടി ഒഴിച്ച് കുറച്ച് നേരം, അതും ഒരു 20 മിനിറ്റ് മുക്കി വയ്ക്കണം എന്നൊക്കെയാണ് പറഞ്ഞത്. ഇത് കുറേ യൂട്യൂബ് വീഡിയോ ഒക്കെ റെഫർ ചെയ്തിട്ടുള്ള കലാപരിപാടിയാണ്. എന്തായാലും ഒരു വിധമൊക്കെ സക്സസ് ആയി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ ആ കുറച്ച് നേരം നോക്കി നിന്ന ശേഷം വീണ്ടും അടുക്കളയിലോട്ട് കടന്നു. ഇപ്പം തന്നെ സമയം ഏകദേശം 1 മണി 1:30 ആവാറായിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഈ കിടന്ന് കൊഞ്ചുന്നത് വേറൊന്നുമല്ല, എൻ്റെ മുഖത്ത് 2 കുരു വന്നു എന്ന് പറഞ്ഞിട്ട് എന്നെ കളിയാക്കിക്കൊണ്ടിരിക്കുക കേട്ടോ.
ആ, രണ്ട് കുരുവല്ലേ, അത് ഇന്ന് വരും നാളെ പോവും. അതിലൊന്നും നമ്മളെ തളർത്താൻ പറ്റില്ല. തളരരുത് രാമൻകുട്ടി, തളരരുത്. ഇത് ഞാൻ എന്നെ തന്നെ സമാധാനിപ്പിക്കാൻ പറയുന്നതാണ് കേട്ടോ. അപ്പം നമുക്ക് തിരിച്ച് നമ്മുടെ ചിക്കൻ കറിയിലോട്ട് വരാം. അപ്പം നമ്മുടെ ഉള്ളിയൊക്കെ നല്ല വഴണ്ട് വന്ന ശേഷം ഞാൻ ഇതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതും നല്ല വഴണ്ട് തക്കാളിയൊക്കെ ചേർത്ത്, തക്കാളിയൊക്കെ ഒന്ന് ഉടഞ്ഞ് വരുമ്പോഴത്തേക്ക് നമുക്ക് മസാല തേച്ച് വെച്ചിട്ടുള്ള ആ ചിക്കനില്ലേ, അതങ്ങോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. സാധാരണ എൻ്റെ അമ്മ വീട്ടിൽ ചെയ്യാറുള്ളത് ഈ പൊടികളൊക്കെ ചൂടാക്കിയിട്ട് ചേർക്കലാണ് കേട്ടോ. മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ആ സാധനം മസാലപ്പൊടിയൊക്കെ ചൂടാക്കിയിട്ടാണ് ചിക്കനിലോട്ട് ചേർത്ത് കൊടുക്കാറ്. പക്ഷെ ഞാൻ ഇന്ന് അതൊന്നും ചെയ്തില്ല. സമയമില്ലാത്തതുകൊണ്ട് തന്നെ ചൂടാക്കാനൊക്കെ മെനക്കെടാൻ നിൽക്കാൻ വയ്യാഞ്ഞതുകൊണ്ട് വേഗം എല്ലാ മസാലകളും വാരി കൂട്ടിയിട്ട് തിരുമ്മി വെക്കുക കേട്ടോ ചെയ്തത്. മാത്രമല്ല, ഞാൻ എത്ര ചിക്കനിൽ മസാല ഇട്ടാലും അത് കുറഞ്ഞു പോകാറാണ് പതിവ്. എപ്പോഴും ചിക്കൻ കറി ഒന്ന് വെന്ത് ഒന്ന് അതായി കുറുകി വരുമ്പോഴത്തേക്കും ഞാൻ പിന്നെയും മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ചേർക്കാറുണ്ട് കേട്ടോ. അപ്പം പിന്നെ അപ്പം ചേർക്കാമെന്ന് കരുതിയിട്ട് അത് എന്നും ഉള്ളതാണ്. അപ്പം നമ്മുടെ ചിക്കനൊക്കെ കൊട്ടിയിട്ട് കുറച്ച് നേരം അടച്ച് വേവിക്കാൻ വെച്ചു. അപ്പോഴത്തേക്കും ചോറൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എപ്പോഴും കുക്കറിൽ ചോറ് വയ്ക്കുമ്പോൾ ചോറ് വെന്ത് കഴിഞ്ഞു എന്ന് വെച്ചാൽ ഇങ്ങനെ പാത്രത്തിൽ ഒരു ചട്ടിയിലോട്ട് മാറ്റിയിട്ട് വാർക്കാറാണ് കേട്ടോ പതിവ്. അപ്പം നമുക്ക് ആ കഞ്ഞിവെള്ളത്തിൻ്റെ ആ ഒരു കട്ടിയൊന്നും ഉണ്ടാവത്തില്ല. കുക്കറിൽ ചോറ് വയ്ക്കുന്നത് കൊണ്ട് ഇങ്ങനെ വാർക്കുന്നതാണ് ഒരു വിധത്തിലൊരു കുറച്ചെങ്കിലും ഹെൽത്തി എന്ന് പറയാം. ഇനി അപ്പം നമുക്ക് ചിക്കൻ കറിക്ക് വേണ്ടിയിട്ട് കുറച്ച് തേങ്ങാക്കൊത്ത് കൂടി ഉണ്ടാക്കാം കേട്ടോ. തേങ്ങാക്കൊത്ത് ഞാനിപ്പോൾ കത്തി കൊണ്ട് ഒന്ന് പൂണ്ടെടുക്കുന്നുണ്ട് കേട്ടോ. പൂണ്ടെടുക്കുക എന്നാണ് നമ്മുടെ അവിടെയൊക്കെ പറയുക. ഇനിയിപ്പോൾ അതിന് വേറെ വല്ല അർത്ഥം ഉണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഇങ്ങനെ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് തേങ്ങനെ പച്ചയ്ക്ക് തന്നെ കറിയിലിടാറുണ്ട് കേട്ടോ. പിന്നെ ഞാനിപ്പോൾ എന്തായാലും വെളിച്ചെണ്ണയിൽ ഒന്ന് ചെറുതായിട്ട് വറുത്ത് കോരിയിടാനാണ് കേട്ടോ പോകുന്നത്. പച്ചയ്ക്ക് കഴിക്കാൻ കിട്ടണതിനെക്കാട്ടി ഇങ്ങനെ കുറച്ചൊന്ന് വറുത്ത് കോരി ഇടുമ്പോഴാണ് കുറച്ചുകൂടി ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ചെയ്യുന്നത്. ഇപ്പം ഈ തേങ്ങാക്കൊത്ത് വറുത്ത് കോരുന്നതിൻ്റെ കൂടെ തന്നെ നമുക്ക് വേണമെങ്കിൽ ഒരു പിടി ചെറിയുള്ളി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ. കുഞ്ഞുള്ളി ഇല്ലേ, ആ സാധനം കുഞ്ഞാക്കി അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അത് നല്ലൊരു മണം ടേസ്റ്റൊക്കെ ഉണ്ടാവും. പിന്നെ ഞാൻ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാറുണ്ട്. ഇപ്പം കറിവേപ്പിലയും കുഞ്ഞുള്ളിയൊന്നും ഇല്ലാത്തത് കൊണ്ട് ഞാൻ അതൊന്നും ചേർത്തിട്ടില്ല. തേങ്ങ മാത്രമാണ് ചേർക്കുന്നത് കേട്ടോ. പിന്നെ എനിക്ക് പറയപ്പെട്ടൊരു വൃത്തിയുടെ പ്രശ്നമുള്ളത് കൊണ്ട് തന്നെ ഞാൻ എപ്പോഴും കയ്യോടെ കിച്ചൺ ആയാലും അല്ലെ വേറെ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും കയ്യോടെ വൃത്തിയാക്കി ഇടാറുണ്ട് കേട്ടോ. അതിപ്പോൾ എന്തായാലും കുഴപ്പമില്ല. അടുക്കളയിലാണെങ്കിൽ പിന്നെ എപ്പോൾ നോക്കിയാലും ഈ പാത്രങ്ങൾ കഴുകി വെക്കുക. എടുത്ത പാത്രം അതാത് സ്ഥലത്ത് വെക്കണം. അതൊക്കെ എനിക്ക് കുറച്ച് നിർബന്ധമുള്ള കാര്യമാണ് കേട്ടോ. ആ ഒരു കാര്യത്തിലാണ് ഞാൻ ഏട്ടനെ എപ്പോൾ നോക്കിയാലും അടി ഉണ്ടാക്കാറുള്ളത്. അപ്പം നമ്മുടെ ചിക്കൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പം നേരെ ഇനി ചോറ് കഴിക്കാൻ പോവാണ്. ഇപ്പം ഏകദേശം 2:30 ആയിട്ടുണ്ട് കേട്ടോ സമയം. പിന്നെ ഞങ്ങൾ രാവിലെ നേരം വൈകി ഭക്ഷണം കഴിച്ചതുകൊണ്ട് തന്നെ അധികം വിശപ്പൊന്നും ഉണ്ടായിരുന്നില്ല. വിശക്കുന്ന ഒരു ഇതൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം പിന്നെ വലിയ കാര്യമില്ല. അപ്പം നമ്മുടെ ചോറും ചിക്കൻ കറിയും പിന്നെ തൈര് സലാഡ് പിന്നെ ഇത് ഇന്നലത്തെ മത്തൻ കറിയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ട് ഉച്ചക്കത്തെ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം ഇരുന്നപ്പോഴത്തേക്കും പിന്നെ ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നേ.
ഇത് നമ്മളിപ്പോൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് ഗ്രോസറീസൊക്കെ പർച്ചേസ് ചെയ്താണ് കേട്ടോ. ഇത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് കേട്ടോ. ഫ്ലിപ്കാർട്ടിൽ ഗ്രോസറി എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്, അതിൽ നിന്ന് പർച്ചേസ് ചെയ്താണ് കേട്ടോ. ഇത് ഡോർ ഡെലിവറി ആയിരുന്നു, ഇപ്പോൾ കൊടുത്ത് തന്നിട്ട് പോയിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് കൂടി ഇത് കാണിച്ചു തരാമെന്ന് കരുതി. ഇതിപ്പോൾ നമ്മൾ 1-2 വട്ടമായിട്ടോ ഇങ്ങനെ പർച്ചേസ് ചെയ്യുന്നത്. നല്ല ലാഭമുള്ള പരിപാടിയാണ്. പലർക്കും ഇത് അറിയില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. ഞാനും ഇപ്പോൾ കുറച്ചൊക്കെ ആയിട്ടുള്ളൂ കേട്ടോ ഇതൊക്കെ അറിഞ്ഞിട്ട്. ഇങ്ങനെയും ഒരു ഇതുണ്ട് എന്നുള്ളത്. നമ്മളിപ്പോൾ ഈ സൂപ്പർ മാർക്കറ്റിൽ നിന്നൊക്കെ വീട്ടിലോട്ട് ഡെലിവറിക്ക് വേണ്ടിയിട്ട് പർച്ചേസ് ചെയ്യാറില്ലേ ഗ്രോസറീസ് തന്നെ, അതുപോലത്തെ ഒരു സംഭവം തന്നെയാണ് ഇത്. ഫ്ലിപ്കാർട്ടിൽ തന്നെ അങ്ങനെയുള്ളൊരു ഓപ്ഷനാണ് ഗ്രോസറി എന്ന് പറഞ്ഞിട്ടുള്ളത്. അതിൽ കയറിയിട്ട് നമ്മളെല്ലാം നോക്കി നമുക്ക് വേണ്ട സാധനങ്ങളൊക്കെ കാർട്ടിലിട്ടിട്ട് മൊത്തമായിട്ട് അങ്ങോട്ട് പർച്ചേസ് ചെയ്യുക. 2 ദിവസം അത് കൂടുതലാവില്ല എന്നാണ് എൻ്റെ ഒരു ഊഹാപോഹം. 2 ദിവസത്തിനുള്ളിൽ നമുക്ക് സാധനം കയ്യിൽ കിട്ടും കേട്ടോ. ആദ്യമൊക്കെ ഞങ്ങൾ 2 വട്ടമൊക്കെ ഓർഡർ ചെയ്ത സമയത്ത് ഡെലിവറി ബോയ്, നമ്മൾ സാധാരണ എന്തെങ്കിലുമൊക്കെ ഓർഡർ ചെയ്യുമ്പോൾ ഡെലിവറി ബോയ്സ് കൊടുക്കുന്നത് അങ്ങനെ തന്നെ അവർ കൊടുക്കുന്നത് ചാക്കിലൊക്കെ ആക്കിയിട്ടായിരുന്നു കേട്ടോ കൊണ്ടുവന്നത്. പക്ഷേ ഇപ്രാവശ്യം അങ്ങനെ ആയിരുന്നില്ല. ബോക്സിലൊക്കെ ആക്കിയിട്ട് അവർ വീട്ടിൽ തന്നെ കൊടുന്നിട്ട് ഓരോ സാധനങ്ങൾ നമ്മൾ ഓർഡർ ചെയ്ത സാധനങ്ങൾ വെരിഫൈ ചെയ്തിട്ടൊക്കെയാണ് കേട്ടോ തന്നിട്ട് പോയിട്ടുണ്ടായിരുന്നത്. അപ്പം ഞാനിപ്പോൾ എന്താ നോക്കുന്നത് വെച്ചാൽ ഇതിൻ്റെ എക്സ്പയറിയാണ്. നമ്മൾ ഓർഡർ ചെയ്യുന്ന സമയത്ത് തന്നെ മാനുഫാക്ചറിങ് ഡേറ്റും എക്സ്പയറി ഡേറ്റൊക്കെ സെർച്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ എല്ലാം കറക്റ്റ് ആണോ എന്ന് ഇപ്പോൾ ഒന്നുകൂടി ഞാൻ എല്ലാ പ്രോഡക്റ്റും എടുത്തിട്ട് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങളാണ് നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നത്. ഇതിപ്പോൾ ഒരു 15 ഐറ്റംസോളം ഉണ്ട്. പക്ഷേ അതിന് നമുക്ക് 1100 സംതിങ് മറ്റേ ആയിട്ടുള്ളൂ കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ എമൗണ്ടും ഇതിൽ ശരിക്കത്തെ എമൗണ്ടും നമുക്ക് കിട്ടിയ എമൗണ്ടും വെച്ചിട്ട് നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ. ഇതൊന്നും പലർക്കും അറിയില്ല എന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോസൊക്കെ കാണുന്ന അവരുണ്ടെന്ന് വെച്ചാൽ അതൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് ഭയങ്കര ലാഭമുള്ള പരിപാടിയാണ്. അപ്പോൾ ആ ഒരു പരിപാടിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും വൈകുന്നേരമായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പുറത്തു കൂടെയൊക്കെ കുറച്ച് നേരം നടക്കും, വർത്താനമൊക്കെ പറഞ്ഞിരുന്നതിന് ശേഷം പിന്നെ വിശക്കാൻ തുടങ്ങി കേട്ടോ. ഒരു ഏകദേശം 5 മണി 6 മണിയൊക്കെ ആയിട്ടുണ്ടാവും. അപ്പോൾ ആൾ പറഞ്ഞു എനിക്ക് മാഗി വേണമെന്ന്. ഇതിപ്പോൾ നമ്മൾ ഇന്ന് മേടിച്ച ഗ്രോസറിയിൽ നിന്ന് അതിൻ്റെ കൂടെ മേടിച്ച സാധനമായിരുന്നേ. അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് കരുതി. അപ്പോൾ ഞാൻ അത് ഉണ്ടാക്കാനുള്ള പുറപ്പാടിലാണ്. എന്തോ വലിയ യുദ്ധത്തിന് പോണ പോലെ കൈയൊക്കെ മടക്കി വെക്കുന്നുണ്ടോ. ഇത് നമ്മുടെ ആട്ടാ മാഗിയാണ് കേട്ടോ, അതാണ് മേടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഉള്ളിയും പിന്നെ ക്യാരറ്റ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളി അങ്ങനത്തെ സാധനങ്ങളൊക്കെ തന്നെ ഇട്ടിട്ടുള്ളൂ കേട്ടോ. നല്ല വഴറ്റി എടുത്തിട്ട് പിന്നെ ടൊമാറ്റോ സോസും പിന്നെ സോയാ സോസ് പിന്നെ ഇതിൻ്റെ ഒരു മസാലപ്പൊടി ഉണ്ടല്ലോ അതും കൂടി ഇട്ടിട്ട് നല്ല മിക്സ് ചെയ്തിട്ട് നമ്മൾ ഈ വേവിച്ചെടുത്ത ഈ മാഗി കൂടി ചേർത്തിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. എന്നിട്ട് നല്ല മിക്സ് ചെയ്തെടുത്ത് പിന്നെ ഒരു എഗ്ഗ് കൂടി സ്ക്രാമ്പിൾ ചെയ്ത് ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മുടെ മാഗി റെഡിയാവും. അത്രേ ഉള്ളൂ, വലിയ മെനക്കെട്ട പണിയൊന്നുമല്ല, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. ഇതൊക്കെ ഞാൻ ഈ പെട്ടെന്ന് ഉണ്ടാക്കാൻ വേണ്ടി കുറുക്ക് വഴിയിൽ ചിന്തിച്ചുണ്ടാക്കുന്ന ഓരോ റെസിപ്പികളാണ്. ചിലപ്പോൾ ചിലവർക്ക് ശരിയാവും ചിലവർക്ക് ശരിയാവില്ല, അങ്ങനത്തെ അവസ്ഥയിലൊക്കെ ഉണ്ടാക്കണതാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ നൂഡിൽസൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞ ശേഷം പിന്നെ എനിക്ക് കുറച്ച് പണിയുണ്ട്. ഉള്ളൊക്കെ അടിച്ച് വരാനുണ്ടായിരുന്നു കേട്ടോ. രാവിലെ ഒരു വട്ടം അടിച്ച് തുടക്കുകയൊക്കെ ചെയ്തതാണ്. പിന്നെ ചെറുപ്പം തൊട്ടേ ശീലിച്ചുകൊണ്ട് വൈകുന്നേരം അടിച്ച് വിട്ടില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാവത്തില്ല. വലിയ പൊടിയും പൊട്ടൊന്നും ഉണ്ടാവില്ല, എന്നാലും അടിച്ച് വിടണം, അതെനിക്ക് നിർബന്ധമുള്ള കാര്യമായിപ്പോയി. പിന്നെ ചെടിയൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാമെന്ന് കരുതിയിട്ടോ. ഇത് ഞാൻ ഇപ്പം നാട്ടിൽ പോയി വന്ന ശേഷം കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ ചെടിയൊക്കെ ഉണങ്ങിപ്പോയിന്ന്. കുറച്ചൊക്കെ ഇപ്പം ശരിയായി വന്നിട്ടുണ്ട് കേട്ടോ, നിറയെ വെള്ളമൊക്കെ കിട്ടണതുകൊണ്ട്.
വൈകിട്ട് നമുക്ക് ചായയും കാപ്പിയൊന്നും പതിവില്ലാത്തതാണ് കേട്ടോ. അപ്പോൾ പിന്നെ അതൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല. എപ്പോഴേലും തോന്നുമുണ്ടാക്കും, പതിവില്ല എന്ന് മാത്രം. അപ്പോൾ പിന്നെ മാഗി ഉണ്ടാക്കിയത് കഴിച്ചിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ പോയി കുളിച്ചു കേട്ടോ. കുളിക്കുക, മേല് കഴുകി. വൈകുന്നേരത്ത് നമ്മൾ മീനും ചിക്കനും ബീഫും അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേടിക്കാമെന്നുണ്ടെന്ന് വെച്ചാൽ തിരി വയ്ക്കാറില്ല കേട്ടോ വൈകിട്ട്. മുട്ടയൊക്കെയാണെന്ന് വെച്ചാൽ തിരി വയ്ക്കും, മേല് കഴുകിയിട്ടൊക്കെ തിരി വയ്ക്കാറുണ്ട്. ഇതൊക്കെ ആയതുകൊണ്ട് മിക്കവാറും തിരി വയ്ക്കാറില്ല. അപ്പോൾ ഇന്ന് തിരി എന്തായാലും വെക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഞാൻ മേല് കഴുകിയിട്ടുണ്ട്. പിന്നെ ഈ മണമുള്ള സാധനം ഉണ്ടല്ലോ, ഇതിന് നമ്മൾ ചന്ദനക്കോല് എന്നാണ് പറയുക. ആ സാധനം കത്തിച്ച് വയ്ക്കും കേട്ടോ, നല്ല മണമാണ്. ഇത് നമ്മൾ വീട്ടിലെപ്പോഴും ഒരു പോസിറ്റീവ് എനർജി കിട്ടാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോൾ രാവിലെയും വൈകിട്ടും കത്തിച്ച് വെക്കാറുണ്ട് കേട്ടോ. രാത്രി ആയപ്പോൾ പിന്നെ കുറച്ച് പേപ്പർ കത്തിക്കാനുണ്ടായിരുന്നു. ഇത് നമ്മൾ വീട്ടിൽ വേസ്റ്റ് പേപ്പറൊക്കെ ചാക്കിലാക്കി വെച്ചിട്ട് ഒന്നിച്ച് അങ്ങോട്ട് കത്തിക്കാറാണ് കേട്ടോ പതിവ്. നമ്മൾ മേലത്തെ പോർഷൻ ആയതുകൊണ്ട് തന്നെ എപ്പോഴും കൊണ്ട് കളയാനോ അല്ലെങ്കിൽ വലിച്ചെറിയാനൊന്നും പറ്റത്തില്ല. അപ്പോൾ പിന്നെ അധികം സ്ഥലമൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ റെൻ്റൽ ഹൗസ് വേറെയല്ലേ. അപ്പോൾ പിന്നെ നമ്മൾ ചാക്കിലാക്കി വെച്ചിട്ട് മൊത്തമായിട്ട് എപ്പോഴേലും മിക്കവാറും സൺഡേസിൽ തന്നെയാണ് കത്തിക്കാറ്. അപ്പോൾ അങ്ങനെ കത്തിക്കാനുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ വന്ന് ഒരു മൂവിയൊക്കെ കണ്ടിരുന്നു. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. നമ്മുടെ ചാനലൊക്കെ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും. അപ്പോൾ ശരി, എന്നാൽ പിന്നെ ടാറ്റാ ബൈ ബൈ.